ഒരു 10-20 വർഷം മുമ്പൊക്കെ CPM സജീവ പ്രവർത്തകനായിരുന്നു. തീർച്ചയായിട്ടും. പലപ്പോഴും UDF ഭയങ്കര വെല്ലുവിളിയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളെ ഒരു അനുഭവത്തില് എന്താ പറയാ, ഇങ്ങനെയുള്ള പ്രചരണങ്ങളെ കൊണ്ട് ആയിരുന്നു അവർ കുറിച്ചിട്ടുണ്ട്? അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ആ കാലഘട്ടത്തിലൊന്നും എന്താ പറയാ, ഈ PR വർക്കും അങ്ങനത്തെ ഒന്നും ഒരു പാർട്ടിയിലും ഇല്ല. ഇപ്പോ PR വർക്കും അങ്ങനത്തെ സംഗതികളൊക്കെ വന്നു. ആ കാലഘട്ടത്തിലും CPM ഞാനതില് കുറച്ചൊക്കെ സത്യസന്ധ അന്ത കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മറന്നു വരും. ഇപ്പൊ വെറും പണത്തിന്റെ പിന്നാലെയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. താനൂർ മണ്ഡലം, തിരൂർ മണ്ഡലം, പിന്നെ കോട്ടക്കൽ മണ്ഡലം, തിരുരങ്ങാടി മണ്ഡലം, കൊണ്ടോട്ടി മണ്ഡലം, ഇവരെ കാര്യ സ്ഥാനാർത്ഥികൾ നടത്തിയത് വൻകിട മുതലാളിമാരെ കൊടുത്തിട്ട് ഒരു കാലത്ത് സമ്പന്നർക്ക് നേരെ പ്രക്ഷോഭം നടത്തുന്ന അതാ അന്നൊക്കെ നമ്മളെ കയ്യിൽ ഉൾപ്പെട്ടുന്ന ആളുകളാണ്. പക്ഷെ അത് നേരെ മറിച്ചാണ്. പിന്നെ അപ്പൊ ആ പാർട്ടിയോട് ആരെങ്കിലും യോജിക്കാൻ കഴിയും. ഇപ്പോഴും അങ്ങനത്തെ സഖാക്കളുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ സഖാക്കളുണ്ട്. എന്താ ചെയ്യാന്നുള്ള നിലക്ക് ഇപ്പൊ ഈ പ്രാവശ്യം തന്നെ കുർക്കോളിക്ക് വോട്ടിന് എത്രയോ സഖാക്കളുണ്ട്. ആയിരക്കണക്കിന് വോട്ടുകൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വോട്ടുകളൊക്കെ കുർക്കോളിക്ക് ചെയ്യും. കാരണം ഇവർക്കൊക്കെ കുർക്കോളി ആരാണ് ഈ സഖാക്കൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും തിരൂരുള്ള ആളുകൾക്കും നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകൾക്കും അറിയാം കുർക്കോളി ആരാന്നുള്ളത്. അപ്പൊ കുർക്കോളി നല്ലൊരു ഭൂരിപക്ഷം ജയിക്കുന്നു മാത്രമേ എനിക്ക് പറയുന്നത്. അത് സംശയമില്ല. സാധാരണക്കാരനായിരിക്കുന്ന ജനങ്ങളൊക്കെ കുർക്കോളി സംശയം നല്ലൊരു പൊതുപ്രവർത്തകല്ലേ. പിന്നെ അദ്ദേഹത്തിന് പ്രത്യേകം എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മൾ 9 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. അതാണ് വാക്കിന് സ്ഥിരധാരണത്. അതൊക്കെ പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകർ കാണാത്തൊരു സംഭവമാണ്. ഒരിക്കൽ പറഞ്ഞ ഒരിക്കൽ പറയില്ല. മറ്റുള്ള ആളുകളെ മാതിരി നമ്മൾ ഒരാളെ വിജ്ഞായിട്ട് പറയണില്ല. ഇയാൾ ഒരിക്കൽ പറഞ്ഞ ഒരിക്കൽ പിന്നെ പറയുള്ളൂ. കളവ് പറയില്ല, വഞ്ചിക്കൂല, അത് ഉറപ്പാ. ഒരു മറ്റുള്ള എന്താ പറയാ, ആമ്പൾ വ്യക്തികളെടുത്ത് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറുന്നതൊക്കെ ഞാൻ പറയാം. ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയണ്ട്. കൽപ്പഞ്ചേരി പഞ്ചായത്തിൽ മാത്രമല്ല, എല്ലാ നമ്മളെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഇപ്പൊ PR വർക്കാണ് നടക്കുന്നത്. ഇതൊരു ഭയങ്കര സംഭവമാണ്. പണത്തിന്റെ മേലതി വാർഡ് അല്ല മണ്ഡലം പിടിക്കാന്നുള്ളൊരു വ്യാമോഹമാണ്. ഇപ്പൊ പണം കൊടുത്ത് വാങ്ങിക്കുക ഓഫറുകള്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എല്ലാവരും ഇവിടുത്തെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. ഇവിടെ ജനങ്ങൾ പണത്തിന്റെ പിന്നെ നീതിക്കാണ് നമ്മളെ മണ്ഡലത്തിലെ ജനങ്ങൾ. കേരളത്തിൽ തന്നെ മൊത്തം നീതിന്റെ പിന്നാലെ പോകുള്ളൂ. അതായത് പണത്തിന്റെ പിന്നാലെ ഒന്നും ആളുകളാരും പോരാ. അത്ര മോശക്കാരൊന്നുമില്ല നമ്മളെ ജനങ്ങൾ, കേരള ജനത. പിന്നെ മണ്ഡലത്തില് തിരൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന പഞ്ചായത്ത് കൽപ്പഞ്ചേരിയാണ് സാധാരണ രീതിയിൽ ഉണ്ടാകല്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആവുന്നതാണ് ഇതിന്റെ പരിപൂർണ്ണ ഉറപ്പ്. അതുകൊണ്ട് പഞ്ചായത്ത് കഴിഞ്ഞ കൽപ്പഞ്ചേരി പഞ്ചായത്ത് പറഞ്ഞാൽ പരിപൂർണ്ണമായിട്ടും UDFന്റെ കൂടെ നിൽക്കുന്ന ഒരു പഞ്ചായത്തുമാണ്. പിന്നെ അതല്ല UDF പറഞ്ഞ വാഗ്ദാനങ്ങളും എല്ലാ, ഞാനൊരു മെമ്പറായ ആളാണ്. ഈ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും നമ്മളെ പ്രസിഡന്റ് നമ്മളെ കീഴിലാവുമ്പോൾ നമ്മളെല്ലാം വാർഡുകളിലെല്ലാം നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, നല്ല കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മള് 21 സീറ്റുകളിൽ പിന്നെ 18 സീറ്റും നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ടുള്ളത്. അവർ വിജയിച്ച കാരണം ഇതാണ് അടിസ്ഥാനം. അതെ.